നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയെ പരിഹസിക്കുകയാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. സ്വയം രാജാവായും ജനങ്ങളെ പ്രജകളായും കാണുന്ന സുരേഷ് ഗോപിയെ പോലെയുള്ളവർ കേരളത്തെ ചാതുർവർണ്ണ്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ആരോപിക്കുന്നു. കേരള സോഷ്യൽ സെന്ററും മലയാള മിഷൻ അബുദാബി ചാപ്റ്ററും സംയുക്തമായി സംഘടിപ്പിച്ച കേരള പിറവി ദിനാഘോഷവും KSCയുടെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുന്നതിനിടയ്ക്കാണ് ഇദ്ദേഹം സുരേഷ് ഗോപിയെ പറ്റി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും മതപരമായ ആഘോഷങ്ങളിൽ ഒരുമിക്കുന്നത് കൊണ്ടാണ് വർഗീയ സംഘർഷങ്ങളും സംഘടനകളും ഇല്ലാത്ത പ്രദേശമായി കേരളം മാറിയതെന്നും ഹരീഷ് വാസുദേവൻ കൂട്ടിച്ചേർക്കുന്നു. മതനിരപേക്ഷതയുടെ അടിത്തറ ശക്തമായതുകൊണ്ടാണ് കേരളത്തിൽ വർഗീയ വേര് പിടിക്കാത്തത്. ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, സഹോദരൻ അയ്യപ്പൻ, വക്കം മൊയ്തു മൗലവി, കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ, അബ്ദുറഹ്മാൻ സാഹിബ്, EMS തുടങ്ങി എണ്ണമറ്റ നവോത്ഥാന നായകർ ഉഴുതുമറിച്ച ഭൂമികയിൽ അത്ര പെട്ടെന്നൊന്നും വർഗീയത വേര് പിടിക്കില്ല എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.